എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് സമോസ ഷീറ്റ്സ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 1.5 കപ്പ് മൈദ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിൽ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇതുപോലെ കുഴച്ചെടുക്കുമ്പോൾ നല്ലവണ്ണം കുഴച്ചെടുക്കണം. ഇതുപോലെ ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചപ്പാത്തിക്കൊക്കെ ചേർക്കുന്നത് പോലെ വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് കുഴച്ചെടുക്കുമ്പോൾ ചപ്പാത്തിയുടെ ഒന്നും പരുവത്തിലല്ല കുഴയ്ക്കുന്നത്, അതിലും കൂടുതൽ സമയം നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. കുഴച്ച് കഴിയുമ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഡോ കിട്ടും. ഇതൊരു 5-10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇവിടെ എടുത്ത മൈദ 6 ബോളായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട്. എത്ര വലിയ സമോസ ഉണ്ടാക്കണം അത്രയും വലിയ ബോളുകളായിട്ട് മൈദ ഉരുട്ടിയെടുക്കണം. ഞാനിവിടെ അധികം വലിപ്പമില്ലാത്ത സമോസ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. മൈദ ഷീറ്റ് ഉണ്ടാക്കുമ്പോൾ കിച്ചൺ ടോപ്പ് നന്നായിട്ട് വൃത്തിയാക്കി കിച്ചൺ ടോപ്പിന് മുകളിലായിട്ട് ഇതുപോലെ പരത്തിയെടുക്കുന്നതാണ് നല്ലത്. ഇതുപോലെ കുറച്ച് മൈദ ഇട്ടതിന് ശേഷം ഓരോ ബോളും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നല്ലവണ്ണം മൈദ ഇട്ടിട്ട് വേണം ഇതൊന്ന് പരത്തിയെടുക്കാൻ. ഓരോ ഷീറ്റും പരത്തി കഴിഞ്ഞ് അതിന് മുകളിലായിട്ട് കുറച്ച് മൈദ ഇട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇവിടെ ഇപ്പോൾ 6 ബോളും നന്നായിട്ടൊന്ന് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു മൈദ ഷീറ്റ് എടുത്ത് അതിന് മുകളിലായിട്ട് കുറച്ച് മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് 2 മൈദ ഷീറ്റും കൂടെ വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. എത്ര കനം കുറച്ച് പരത്താം അത്രയും കനം കുറച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. നല്ലവണ്ണം മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് ഇതുപോലെ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. പരത്തിയതിന് ശേഷം നമുക്ക് ഈസി ആയിട്ടിത് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും. ഇവിടെ ഇപ്പോൾ 3 ചപ്പാത്തി നന്നായിട്ട് കനം കുറച്ച് പരത്തിയെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു ദോശക്കല്ലിലിട്ടിട്ട് ചുട്ടെടുക്കണം. ഓരോ സൈഡും ഏകദേശം 30 സെക്കൻഡ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി. മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതുപോലെ ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 30 സെക്കൻഡ് കഴിയുമ്പോൾ ഒരു വശം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ കളർ മാറുമ്പോൾ നമുക്ക് മനസ്സിലാകും ഇത് പാകമായെന്ന്. മൈദ ഷീറ്റ് റെഡിയാകുമ്പോൾ ഇതുപോലെ ഒന്നേന്നൊന്ന് വേർപെടുത്തിയെടുക്കാൻ പറ്റും. ഇതിനി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം കട്ട് ചെയ്ത ഷീറ്റ് അടുത്തതിന് മുകളിലായിട്ട് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ മൈദ ഷീറ്റിനും ഒരേ വലിപ്പം കിട്ടും. ഇതുപോലെ എടുത്തു വച്ചിരുന്ന മാവിൻ്റെ മുഴുവൻ മൈദ ഷീറ്റും ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ അരികൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കാം. സമോസ ഷീറ്റ്സ് ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് വളരെ എളുപ്പത്തിൽ നമുക്കിതുപോലെ വേർപെടുത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകുന്നൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. സമോസ ഉണ്ടാക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്കിത് ഫോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഇതേ ഷീറ്റ് തന്നെ നമുക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാം. കുറച്ചും കൂടെ വീതിയിൽ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ സമോസ ഷീറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്തെടുത്തപ്പോൾ അരികു ഭാഗമൊക്കെ കുറച്ച് വേസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് ഇതുപോലെ വറുത്തെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്ക് നമുക്ക് ഇതുകൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഡയമണ്ട് കട്ട്സ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടും ഇതിന്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. ഇതുപോലെ കുറച്ച് കൂടുതലുണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്കിത് കുറേ ദിവസത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. എല്ലാവരും ഇതുപോലെയൊന്ന് ചെയ്തു നോക്കുക. നല്ല ക്രിസ്പി ആയിട്ടുള്ള സമോസ നമുക്ക് ഈ ഷീറ്റ് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇന്നത്തെ ഈ സമോസ ഷീറ്റിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും ആക്റ്റീവാക്കി ഓൾ എന്ന ഓപ്ഷനും ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.